ഇത് ഉപ്പുണ്ടോ നോക്കിയമ്മ? ചപ്പാത്തി വെച്ച കൈ തന്നെ എടുക്കും എനിക്ക്. ഉപ്പുണ്ടോ? കറക്റ്റ്. ദോശ ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിച്ചത്. പിന്നെ ആ ചെറുക്കന് ഇഷ്ടമല്ല ദോശ. അവന് ചപ്പാത്തി ആണെങ്കിൽ തിന്നോളും. ഒരു തക്കിടുവിനെ ഒരു സാധനം കഴിക്കുന്നില്ല അവൻ. എന്തൊരു മടിയാണോ കഴിക്കാൻ. ഈ പ്രായത്തിലെ പിള്ളേരൊന്നും കഴിക്കത്തില്ല. ഇരിക്കണ ഇരിപ്പ് കണ്ടോ, ക്ഷീണിച്ച്. ജസ്റ്റ് 1 മിനിറ്റ്. എന്താ? ഒരു 300 രൂപ കടം തരാൻ കാണും. അത്യാവശ്യമാണ്. എനിക്ക് കടം ചോദിക്കണല്ലാതെ വേറെ ഒന്നും എന്നോട് ചോദിക്കാനില്ല റൊണാൾഡേ. ക്ലീറ്റോനെ കൊണ്ടേ പൊറുതി മോശം. അതിന്റെ പുറകെ നീ വന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാ? ഇത് തിരിച്ചു തരുന്ന പരിപാടിയാണ്. ഇന്ന് 300 എന്നാ നാളെ തിരിച്ചു തരും. ഓ വേണ്ട, ആകെ എന്റെ അടുത്ത് 500 രൂപ. അതിന് 300 മതി, 200 ബാക്കി ഉണ്ടല്ലോ. ഒന്ന് പോടെ ഇറക്കാം. ക്ലീറ്റോ വരുന്നവരെ അതുകൊണ്ട് വേണം മുമ്പോട്ട് പോവാൻ. ചെറുക്ക വല്ല വർക്ക്ഷോപ്പിലും പോയി 10 കാശ് ഉണ്ടാക്കാം. അമ്മ വർക്ക്ഷോപ്പിൽ പോയി ഉണ്ടാക്കുന്നതിന്റെ ഇരട്ടി പൈസ ഉണ്ടാക്കാം. അമ്മയുടെ കാണും ഒരു 300 രൂപ ഉണ്ടോ? എന്റെ കയ്യിലില്ല. 300 300 നോട്ട്. എടാ എന്റെ കയ്യിൽ ഇല്ലെന്നല്ലേ പറഞ്ഞത്. എന്റെ ഇനി ഇവിടെ ശരിയാവത്തില്ല. ഞാൻ എന്റെ പാട്ടിന് പോകുക. അങ്ങനെ തെറിച്ചോണ്ട കാര്യം പിന്നെ പറഞ്ഞു. കടം 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 കടം. നീ ഒരു കാര്യം ചെയ്യും. എന്റെ കയ്യിൽ ഫോൺ എന്ത്? ഫോൺ അവിടെ കുത്തിട്ട് ആ ഫോൺ എടുത്തിട്ട് കുഞ്ഞമ്മച്ചനൊന്ന് വിളിക്ക്. അമ്മ എന്താ ദേഷ്യത്തിൽ പോണത്? ഒരു 300 രൂപ കടം ചോദിച്ചാൽ ചാടയാ. അതുകൂടെ ഇവിടെ എന്താ പറയാൻ വന്നത്? പൈസ ഉണ്ടെന്നോ? അല്ലല്ല, പൈസ ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ ഫോൺ എവിടെ? ഫോൺ കുത്തിട്ട് ആ അപ്പൊ ആ ഫോൺ എടുത്തിട്ട് കൊടങ്ങാവിളക്ക് വിളിക്കണം. എന്തിന്? കുഞ്ഞമ്മിച്ചിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറയണം. എന്നിട്ട് കുഞ്ഞമ്മിച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു 300 രൂപ മേടിക്കും. നൈസായിട്ടൊരു തള്ളക്ക് വിളിച്ചല്ലേ? അയ്യോ അല്ല, അല്ല പെട്ടെന്ന് ആ കഥാപാത്രത്തിന് ഇവിടെ എൻട്രി ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ലിലിപ്പണ്ടേ കാണും ഒരു 300 രൂപ. നിങ്ങളെ പൊന്നാങ്ങളെ രക്ഷപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടിട്ട്. ഏത് പൊന്നാങ്ങളാ? ഞാൻ. അയ്യോ രക്ഷപ്പെട്ട്. നിനക്ക് അമ്മ പറഞ്ഞ പോലെ പണിക്കും പോകാൻ പാടില്ലടാ. നീ രക്ഷപ്പെടാനായിട്ട് പൈസ തന്നേക്കുന്നത് അപ്പോഴൊന്നും രക്ഷപ്പെട്ടിട്ടില്ലല്ലോ. ഇത് രക്ഷപ്പെടാൻ പോവാ. പണിക്ക് പോകുന്ന എന്താന്ന് പറ. എവിടെ പണിക്ക് പോകാൻ? സിനിമ തിയേറ്റർ റിവ്യൂ കേട്ടിട്ടില്ലേ? സിനിമ കണ്ടിട്ട് നമ്മളിപ്പോ യൂട്യൂബിനകത്തൊക്കെ കാണത്തില്ല. സിനിമ കണ്ടിട്ട് സൂപ്പർ സിനിമ ആയിരുന്നു, കിടിലൻ സംവിധായകൻ, ഒരു പക്ഷേ ഈ സിനിമ 100 കോടിയൊക്കെ റിവ്യൂ പറയുന്നത്. അതെങ്ങനെ ജോലിയാവും? അത് ഓരോരുത്തരും ഇഷ്ടമുള്ള പോലെ വിളിച്ചു പറയണല്ലേ? ഇഷ്ടമുള്ള പോലെ വിളിച്ചു പറയുന്നില്ല. അവർക്കൊക്കെ യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിന് വേണ്ടിട്ട് പറയുന്നേ. അപ്പൊ ഈ റിവ്യൂ പറഞ്ഞാ നിനക്ക് സിനിമ കാണാൻ പോണം. സിനിമ കാണുക മാത്രമല്ല, പോരായ്മകളും ഗുണഗണങ്ങളും നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ പറയും. ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. പറയുമ്പോൾ ഇത് എയറിലോട്ട് കയറി ഒരുപാട് ആൾക്കാർ കാണും. അപ്പൊ ഇത് ഹിറ്റ് ആവുമ്പോ ഈ സിനിമയുടെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറയും, നാളെ വേറൊരു സിനിമ റിലീസ് ആവുന്നുണ്ട്, അവിടെ വന്നിട്ട് ഇതിനെ കുറിച്ച് റിവ്യൂ പറയണമെന്ന്. ഈ സിനിമ എങ്ങനെ ഫ്ലോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, തിരിച്ചു പറയും സിനിമ കൊള്ളത്തില്ല, അയ്യേ സംവിധാനം എന്താണ് കാണിച്ചു വെച്ചാൽ ആ നടന്റെ ആവശ്യമില്ലായിരുന്നു, സെക്കൻഡ് ഹാഫിൽ ഒന്നും മനസ്സിലായിട്ടില്ല, സ്റ്റോറി ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് പറയുമ്പോഴത്തേനും ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർ വിളിച്ചിട്ട് പറയും പൈസ കിട്ടുന്നുണ്ടോ? പിന്നെ സിനിമയുടെ പ്രൊഡ്യൂസർമാരും PR-മാരെ നമ്മളെ വിളിക്കും. പിന്നെ എന്റെ പെണ്ണുമുള്ള എന്റെ ലിലിപ്പനാണ് സത്യം, പൈസ കിട്ടും. ആണ് എനിക്കിപ്പോ സെൽഫി സ്റ്റിക്ക് മേടിക്കണം, അതിന് വേണ്ടിയിട്ടാണ് 300 രൂപ. ഓസിന് സിനിമ കാണാം, പൈസ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്നു വെച്ചു. അപ്പൊ എനിക്ക് എന്താ അതുകൊണ്ട് ലാഭം? 300 എന്നാ 600 വരും, 600 എന്നാ 1200 വരും, 1200 2500 വരും. പൈസ ടക്ക ടക്ക ടക്കെന്ന് വരാൻ എന്റെ ആകെ 500 രൂപ ഉള്ളൂ. 300 മതി. നമ്മുടെ ജോസഫിന്റെ കടയിൽ നിന്ന് മേടിക്കാം. പൈസ തിരിച്ചു തരുമോ? എനിക്ക് പൈസ തിരിച്ചു തരും. നിങ്ങളെ ഇറങ്ങണ പുതിയ പടമൊക്കെ കാണാലോ. ഞങ്ങളെ ഇടക്ക് കൊണ്ടുപോകണം. നിങ്ങളെ കൊണ്ടുപോകും. 5 പൈസ ചെലവ് കൊണ്ടുകൂടെ, ചെലവില്ലാതെ കൊണ്ടുകൂടെ. ഇവിടെ വിലയില്ലാത്തവർക്കൊക്കെ വില ഉണ്ടാക്കി ഇതിലെങ്കിലും രക്ഷപ്പെടണേ. ഇതെന്താ ചേട്ടൻ ഇല്ലല്ലോ, ഇനി റൊണാൾഡോ ചേച്ചനെ പേടിച്ചിട്ടാണ്. ഇവനെ പേടിക്കണം. 300 രൂപ അതിന് ഇവിടെ വെക്കരുത്. നൈസായിട്ട് അനുഗ്രഹിച്ചത്. തഥാസ്തു. ചപ്പാത്തി കഴിച്ചിട്ട് വട്ടന്നല്ലാതെ എന്ത് പറയാനാണ്. മര്യാദക്കുള്ള ജോലിയും കളഞ്ഞിട്ട് ഇങ്ങനെ ഇതിന്റെ പിറകെ കിടക്കട്ടൊക്കെ വല്ല കാര്യം ഉണ്ടാടി. എടാ അതല്ലേടാ പറഞ്ഞത് കൊറേ പൈസ കിട്ടൂന്ന്. എവിടെന്ന്? ആര് പറഞ്ഞു? എന്റെ ആര് പറഞ്ഞു? എന്റെ അടുത്ത് ആരാ പറയണ? റൊണാൾഡോ അല്ലേ ജോലിക്ക് പോയേക്കണത്. വേറെ വല്ല ജോലിക്കും പോകാതെ സിനിമയിൽ കയറാൻ നടക്കുന്നു, വേറെ ഒരു ജോലിയില്ല. ആമ്മ ഇത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? അതെങ്ങനെ മനസ്സിലാവും? ഒരാളെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇപ്പോൾ ഉണ്ട് കുറെ ടീമുകൾ. എന്ത് ചെയ്താലും ശരി, ചായന്മാർ എന്ത് ചെയ്താലും ശരി, ചാച്ച എന്ത് ചെയ്താൽ ശരി, കറക്റ്റ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറെ ടീമുകൾ.
ആ അങ്ങനെ തന്നെയാണ്. ഏട്ടനിപ്പോ എന്നെയല്ലേ പറഞ്ഞത് അച്ചാച്ചനെ സപ്പോർട്ട് ചെയ്യുമെന്ന്? ഞാൻ സപ്പോർട്ട് ചെയ്യും. അച്ചാച്ചൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഇപ്പൊ പൈസ കിട്ടത്തില്ലായിരിക്കും, പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് പൈസ കിട്ടും. എടാ സത്യമാണ്, ഈ യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന ആൾക്കാരില്ലേ, ഒരു മാസം ലക്ഷങ്ങളും കോടികളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. കുറെ ആൾക്കാർ കാണും, കാറും വീടും. എടാ ചെറുക്ക, ഇവന്റെ ചാനൽ ഇപ്പോഴൊക്കെ ആൾക്കാർ കാണല് കുറവായിരിക്കും, പക്ഷെ കൂടെ പിന്നെ 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 കണ്ട് 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 ഞാൻ കുറച്ച് നാള് കഴിയുമ്പോഴത്തേക്ക് പൈസ വന്നു കിട്ടും കിട്ടും കിട്ടും. കുറച്ച് നാൾ കഴിയുമ്പോൾ അതുവരെ എങ്ങനെ ജീവിക്കും? അതുവരെ എങ്ങനെ ജീവിക്കൂടെ? ഇതൊക്കെ പൊട്ട മാവിലരി കണക്കാണ്. കൊണ്ട് അങ്ങനെയുള്ളവർ കിട്ടിയിട്ടുമുണ്ട്. എല്ലാ കാലത്തും ഇത് ഉണ്ടാവില്ല, അത് ആദ്യം മനസ്സിലാക്കണം. ഇത് നേരെ വഴിക്കല്ലല്ലോ. ചുമ്മാ എന്തെങ്കിലും അഭിപ്രായം പറയുക, അതൊക്കെ എങ്ങനെയെങ്കിലും വൈറലാവുക, അത് കുറച്ച് അളവുകൊണ്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ. ശാശ്വതമായൊരു കാര്യമല്ല ഇത്. അവന് ശാശ്വതമായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നവന്, ഒരു പണി, അന്തസ്സായിട്ട് അവന് പണി അറിയായിരുന്നു. ആ പണിക്ക് പോകില്ല. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഓരോന്നിനും എന്നെ തള്ളിവിടുക തന്നെ. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ഈ ഒരു ചുറ്റുപാടില് നിങ്ങൾ ആങ്ങളെയും പെങ്ങളും മാത്രമേ ഉള്ളൂ നല്ലത്. ബാക്കിയുള്ളവർ ആരും നല്ലതല്ല. ബാക്കിയുള്ള എല്ലാ അഴുക്കുകളും ഏത് സമയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തുവാടെ നീ എന്നെ കൂടി പറയിപ്പിക്കുമല്ലോ. നന്നായി. ഇല്ലെങ്കിൽ ഇനി അവനെ ഇരുന്ന് പൊക്കി പൊക്കി അവനെ പേണി പേണി അങ്ങ് ചെവി കേൾക്കാൻ പറ്റില്ല. അപ്പൊ പോയാൽ സമാധാനമുണ്ട്. അത് ശരിയാ. അതൊക്കെ അങ്ങനെയാ. അവൾക്ക് അവളുടെ ആങ്ങളെ വലുത്, നിനക്ക് നിന്റെ ആങ്ങളെ വലുത്. അത് മനസ്സിലായില്ല, അങ്ങനെ പോവൂ. അതിൽ ഞാൻ ഇപ്പൊ ദുഃഖിക്കുന്നുണ്ട്. ഞാനും അങ്ങനെ ചൂട് ഞാനല്ലേടി. താക്കോലെടുത്താ എടുത്ത Hi guys. Welcome, baby. എന്തിനാട്ടാ ചിരിക്കുന്നത്? ഈ കോമാളിത്തരം കണ്ട പിന്നെ ചിരിച്ചു പോവില്ല. ഇന്നലെ ഏട്ടന് സമാധാനം വരെ കളിയാക്കിയതല്ലേ, ഇപ്പൊ കാണുമ്പോ കളിയാക്കിക്കൊണ്ടിരിക്കണം. അത് വല്ലാത്ത സൂക്കേട് തന്നെ. സ്റ്റൈൽ അല്ലേ? സ്റ്റൈല. റൊണാൾഡണ്ണൻ റിവ്യൂ ഷൂട്ടിന് പോകണോ? എന്ത് വിളിച്ച? റൊണാൾഡണ്ണൻ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടോന്നോ? എന്റെ യൂട്യൂബ് ചാനൽ ആ പേര് തന്നെ കൊടുക്കും, റൊണാൾഡണ്ണൻ. റൊണാൾഡണ്ണൻ കറക്റ്റ്, അത് മതി, അത് കൊള്ളാം. ഒരു വാലിന്റെ ഓർമ്മ ഈ അല്ല റിവ്യൂ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെറിയ വാലോട് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടത്തുള്ളൂ. അങ്ങനെ കുറെ പേരുകളുണ്ടല്ലോ, അറിയത്തില്ലേ? ടെക്ലസ്, അങ്ങനെ കുറെ പേരുണ്ട്. അച്ചാച്ചൻ എന്തിനാ അച്ചാച്ച ഈ മാറ്റം? റൊണാൾഡ് അത് മതി, അതാ നല്ലത്. പോരാ, അത് ആസ് യൂഷ്വൽ റൊണാൾഡ് അണ്ണൻ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. തരംഗമാവും മുത്തേ, അറിയാം, അങ്ങനെയുള്ള പേരുകളാണ് തരംഗമായിട്ടുള്ളത്. ഈ വർക്ക്ഷോപ്പ് പടം റിലീസ് ചെയ്യുന്ന ദിവസം ഓൺലി റിവ്യൂ, അത് നോ വർക്ക്. ചെല്ലു. അപ്പം ഞാൻ പോട്ടെ. മോർണിംഗ് ഷോ രാവിലെ ഒരെണ്ണം ഉണ്ട്, അപ്പൊ അത് കഴിയുമ്പോൾ റിവ്യൂ കൊടുക്കണം. അത് കഴിയാറായ? അതിപ്പോ ടീംസ് വിളിച്ചു കോണ്ടാക്ട് ചെയ്തു. പടം കാണുന്നില്ലല്ലേ? പടം കാണണം, കണ്ടിട്ട് റിവ്യൂ ചെയ്യും. ഓക്കെ ഗൈസ്, ഓക്കെ ഒരു ചെക്കാൻ. ഓക്കെ ബൈ. എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. എങ്ങനെയെങ്കിലും ജീവിച്ചാ പോരല്ലോടി, ഏട്ടൻ ചെല്ലു. അന്തസ്സായിട്ട് ജീവിക്കണ്ടേ? എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് എന്ത് കാര്യം? എന്റെ പൊന്നേ തലവേദന. ചേച്ചി. ആ മോളെ വാ. നിന്റെ പണിയൊക്കെ കഴിഞ്ഞോ? പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോഴാ ഒരു കാര്യം ഓർത്തത്. എന്റെ കുടുംബശ്രീയിൽ അടക്കാനുള്ള നിക്ഷേപകാശും വായ്പകാശൊക്കെ താ, കൊണ്ടുപോയി അടച്ചിട്ട് വരട്ടെ. ആ തരാം. ഞാൻ പോയിട്ട് വരട്ടെ. നീ ഇപ്പൊ പോണെ എങ്ങനെ? പണി കഴിഞ്ഞില്ലല്ലോ, വൈകുന്നേരം അല്ലേ പോകുള്ളൂ. അല്ല ഇപ്പൊ അങ്ങ് കൊടുത്തിട്ടൊന്നും അത് കഴിയുമല്ലോ. പണി കഴിഞ്ഞിട്ട് പോ എന്റെ പൊന്നിലില്ലേ. എന്റെ കൈ ഒഴിവില്ല, പിന്നെ ആവട്ടെ. എവിടെ ഇരിക്കണേ? ഞാൻ എടുത്തോളാം. പേഴ്സിലുണ്ടാ? ഞാൻ അടുത്ത ആഴ്ച തരാടി, പൈസ ഇല്ല. ദൈവമേ, ചേച്ചി കേട്ടതല്ലേ അവൾമാര് പറഞ്ഞത് ഈ ആഴ്ച അടക്കണമെന്ന്? അല്ല കുഴപ്പമില്ല, ഞാൻ ഫൈൻ അടച്ചോളാം. എന്തിനാ വെറുതെ? ഉണ്ടെങ്കിൽ താ. ഫൈൻ കൊടുക്കണ എന്തിനാ? എന്റെ മോളെ ആകെ 500 രൂപ ഉണ്ടായിരുന്നത്, ആ മെനകെട്ടവന് 300 രൂപ എടുത്ത് കൊടുത്തില്ലേ റൊണാൾഡോ ചേച്ചി? അയ്യോ, അത് പറഞ്ഞപ്പോഴും ഇതുവരെ വന്നില്ലല്ലോ ചേച്ചി. അതവൻ പോയപ്പോഴേ പറഞ്ഞായിരുന്നല്ലോ. ഇന്നലത്തെ ഷോ എല്ലാം മറ്റെന്ത് സാധനം റിവ്യൂ അത് കഴിഞ്ഞിട്ട് നിക്കുവോ? എല്ലാം കാണുവോ? ഫസ്റ്റ് ഒക്കെ തുടങ്ങണത് 6 മണിക്കൊക്കെ അല്ലേ? രക്ഷപ്പെട്ടാ മതിയായിരുന്നു ഇതിനെങ്കിലും. ചേച്ചിയുടെ ആങ്ങളെ എന്തൊരു കളിയാക്കലായിരുന്നു പാവത്തിന്. അവന് ഇന്നലെയും കളിയാക്കണ്ടായി. ഈ പറഞ്ഞ പോലെ ക്ലീറ്റോ വിളിച്ചിട്ടുണ്ടായി. അപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞു. എന്ത് പറഞ്ഞു? ക്ലീറ്റോ കണ്ണു പൊട്ടണ ചീത്ത വിളിക്കുന്നുണ്ട്. വേറെ എന്തിനിങ്ങനെ കുഴി ചാടാൻ നിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ക്ലീറ്റോനാണ് ഇപ്പൊ നെഗറ്റീവ് പറയണെങ്കിൽ ക്ലീറ്റോ അയ്യോ ഈ വീട്ടിൽ എന്നെ വളരാൻ അനുവദിക്കണില്ല എന്ന് പറയും. പക്ഷെ അവൻ പറഞ്ഞു കേട്ടിട്ട് എനിക്ക് നല്ല സംഗതി ആയിട്ടാ തോന്നുന്നത്. പൈസ ഇല്ലേ അപ്പം? ഇല്ലെന്ന്. ഇല്ലാത്ത പൈസ ഞാൻ എവിടെ തരാനാ?
ഞാൻ ചോദിക്കുന്ന കേട്ടില്ലേ? കൊട്ട നിർത്തിയിട്ട് നീ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. നിന്റെ ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ട്? എത്ര പിള്ളേരുണ്ടെന്ന്? 31 ഉള്ള. ഏറ്റവും നല്ലപോലെ പഠിക്കുന്നത് ആരാ? അത് പിന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? തന്നെ മിടുക്കൻ. അതിന്റെ ആദിത്യൻ AR. അത് ശരി. നിന്റെ ഏറ്റവും നല്ല പ്രിയപ്പെട്ട കൂട്ടുകാരനാരാ? യദു. ആ കൂട്ടുകാരികളുണ്ടോ? കള്ളം പറയരുത്. എടാ കൂട്ടുകാരികളുണ്ടായാലും സാരമില്ല, കൂട്ടുകാരനും കൂട്ടുകാരിയൊക്കെ വേണം. പറ. എടാ കള്ളം പറയരുത്. പറ നിന്റെ കൂട്ടുകാരിയുടെ പേര് പറ. ഞാൻ ആരുടെയും പറയൂലെന്ന് പറഞ്ഞില്ലേ? പറ. പിന്നെ നീ ഇല്ലെന്ന് പറഞ്ഞ കള്ളം പറഞ്ഞതിന് മേലെ കള്ളം പറഞ്ഞേക്കരുത്. ഞാൻ കാര്യം പറയുമേ. അനകൃത അല്ലേ? അലങ്കൃത. ഓ വല്ലാത്ത പേര്. എന്താണ് അമ്മൂമ്മയും കൊച്ചുമോനും കൂടെ സ്കൂളിലെ കാര്യങ്ങളെല്ലാം അറിയാം. എല്ലാം കിണ്ടി കിണ്ടി ചോദിക്കുന്ന അതെന്തൊക്കെ കിണ്ടി ചോദിച്ചത്? എന്നിട്ട് നീ പറഞ്ഞു കൊടുത്തോ? രഹസ്യങ്ങളൊന്നും അങ്ങനെ വെളിപ്പെടുത്തല്ലേ? കിണ്ടലൊക്കെ കഴിഞ്ഞോ? കൂട്ടുകാരൊക്കെ ഉണ്ട്. അനകൃത എന്ന് പറയുന്ന പെണ്ണും ഉണ്ട് ആണും ഉണ്ട് കൂട്ടുകാര് രണ്ടുപേര്. മക്കൾ എഴുന്നേക്ക്. ട്യൂഷൻ ക്ലാസ്സിൽ ഒരു കുന്ന് ഹോംവർക്ക് ചെയ്യാനുണ്ട്. എന്തോരം എഴുതി തന്നു വിട്ടേക്കണേ. പോയിരുന്ന് എഴുതിക്കാൻ മതി. എന്റെ പൊന്ന് താങ്കൾ ആ കൊച്ചിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഒരു ഇത്തിരി നേരം കളിച്ചോട്ടെ. മക്കളെ കളിച്ചിട്ട് പോയി എല്ലാ ഹോംവർക്കും ചെയ്തു വെക്കണം കേട്ടാ. ഞാൻ എപ്പോഴേ കണ്ടാടി അതാണ്. ഈ അമ്മ ഇതൊന്നും കാണുന്നില്ലല്ലേ? ദൈവമേ, ഞാൻ ഈ ഭൂമിയിൽ തന്നെയാണോ? എനിക്കറിയാം. നീ തല്ലി ചതച്ച് പഠിപ്പിക്കുകയൊന്നും വേണ്ട കേട്ടാ. ഞാൻ പറഞ്ഞ അത് അവൻ പഠിച്ചോളൂ എല്ലാം. അയ്യോ വരുന്നു യൂട്യൂബർ. വേഗം വാടാ. ഹായ് ഗായ്സ്. ഹായ് അമ്മൂമ്മ വായിരുന്നു. എടാ കൈനീട്ടം അങ്ങനെ ഉണ്ടായി? അതിന്റെ പൊളിച്ച് കേറും. സിനിമ ഉണ്ടാ? സിനിമ കാണാൻ നിന്നില്ല. കാര്യം അവിടെ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടെന്ന് പറഞ്ഞ് റിവ്യൂ പറയുന്ന ആരും തന്നെ സിനിമ കാണുന്നില്ല. പിന്നെ കാണാതെ എങ്ങനെ പറയും? കാണാതാണ് അവർ പറയുന്നത്. സിനിമ കൊള്ളാം, വർക്കൗട്ടായി, സെക്കൻഡ് ഹാഫ് കൊള്ളാം, ഫസ്റ്റ് ഹാഫ് കൊള്ളാം എന്നൊക്കെ. 1-2 വരെ ചെയ്യുവാനാണ്ടപ്പോ എനിക്ക് ആ ട്രിക്ക് മനസ്സിലായി. ഞാനും കയറി എന്ന് പറഞ്ഞു, ഹലോ ഗായ്സ്, കിടിലം സിനിമ, അമേസിംഗ്, സെക്കൻഡ് ഹാഫ് വളരെ ത്രില്ലടിപ്പിച്ചു, നായകൻ വേറെ ലെവൽ എന്ന് പറഞ്ഞു ഞാനൊരു റിവ്യൂ കൊടുത്തു. അത്രേ ഉള്ള സംഭവം. പൈസ കിട്ടുമല്ലേ അല്ലേ? പൈസ കിട്ടണം. ഈ സാധനം ടയറിൽ കയറുമ്പോഴത്തേന് ഓരോ വിളികൾ ഇങ്ങനെ വരും. അപ്പൊ പിന്നെ നമുക്ക് പൈസ കിട്ടും. പക്ഷെ തിയേറ്ററുമായിട്ടൊരു ബന്ധമായി. പിന്നെ കുറെ ഫാൻസുകാരൊക്കെ നമ്പർ മേടിച്ചിട്ടുണ്ട്. ആ വഴിക്ക് നമുക്ക് ഗുണപ്പെടും. അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത്. കഴിച്ചാ വല്ലതും കഴിക്കണം. ഒറ്റ മിനിറ്റ്. ആരാധകരാണ്. ആരാധകരോ? ഹലോ, അതെ റൊണാൾഡാണ്. ആ അതെ ഞാൻ തിയേറ്ററിൽ വന്നിരുന്നല്ലോ. വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എന്ത് പറ്റി? അഭിപ്രായം മാറ്റി പറയണം? അത് പറ്റത്തില്ല. മോശം അഭിപ്രായം പറയത്തില്ല. സിനിമ നല്ല, ഞാൻ കണ്ടു, സിനിമ കണ്ടു. പൈസ തരാമല്ലോ. മോശം അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ പൈസ തരുമോ? ഉറപ്പാണേ? എങ്കിൽ മാറ്റി പറയാം. നമ്മുടെ ലക്ഷ്യം അതാണല്ലോ, നമുക്ക് പൈസ കിട്ടണമല്ലോ. സിനിമ കണ്ടു, തീരെ നിലവാരമില്ല. ഉടനെ ചെയ്തേക്കാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത് തന്നെ കോൺടാക്ട് നമ്പർ. ഓക്കെ, അപ്പൊ ഞാൻ വിളിച്ചോളൂ അടുത്ത പടം. എന്തെങ്കിലും ആകട്ടെ, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാ മതി. രക്ഷപ്പെടും മുത്തു, രക്ഷപ്പെടും. അതിനുള്ള എല്ലാ ചേരുവകളും ഉണ്ട്. ആരാ വിളിച്ചത്? ഇപ്പൊ വിളിച്ചത് ഈ സിനിമയുടെ എതിർഭാഗത്തുള്ളവരാണ്. അവര് വിളിച്ചിട്ട് പറഞ്ഞു ഈ സിനിമയെ കുറിച്ച് മോശമായിട്ട് റിവ്യൂ ചെയ്യണം. അപ്പൊ ഞാൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പൈസ പറഞ്ഞു. ഇതാണല്ലോ ഇതിന്റെ ബിസിനസ്, മനസ്സിലായില്ലേ? അപ്പൊ ഈ മോശം റിവ്യൂ കാണുമ്പോൾ ഈ സിനിമയുടെ പിന്നിലുള്ളവർ എന്നെ വിളിക്കും, താങ്കൾ എന്തിനാണ് മോശം റിവ്യൂ ചെയ്തത് നോക്കും. അപ്പൊ ഞാൻ പറഞ്ഞു നല്ലത് പറയാം. അപ്പൊ അവര് പൈസ തരും. അവിടുന്ന് പൈസ കിട്ടും, ഇവിടുന്ന് പൈസ കിട്ടും. ഭയങ്കര മാജിക്കൽ ബിസിനസ് ആണിത്. വലിയൊരു ഗ്യാങ് വാറിന്റെ പുറകിലുണ്ട്. ഞാൻ മനസ്സിലാക്കിയതാണല്ലോ. എന്തോരം കാശ് മുടക്കി ഓരോരുത്തർ സിനിമ എടുക്കണത്. അങ്ങനെ കുറ്റം പറഞ്ഞിട്ടാലും നല്ലത് പറഞ്ഞാലും നമുക്ക് ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇവിടെ എടുത്ത് ആരെങ്കിലും കൊണ്ട് തരുമോ? പറയൂ. ഫോർ എക്സാമ്പിൾ ഇന്ന് രാവിലെ 300 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 3000 പ്രാവശ്യം കഞ്ചിയില്ലേ, പൈസകൾ കൊണ്ടുവരും. ഓക്കെ, ഞാൻ പോയി റിവ്യൂ ചെയ്തിട്ട് വരാം. അയ്യോ കഴിക്കുന്നില്ലേ? എല്ലാ തിയേറ്ററിൽ നിന്ന് കഴിക്കാനെടുത്ത് വെക്കാനല്ലേ പറഞ്ഞു. എനിക്ക് ഭ്രാന്തമായി പോയോ? ഹലോ ഗൈസ്, ഈ പുറകിൽ കാണുന്നതാണ് എന്റെ വീട്. വീട്ടുകാരെ, എന്റെ ബന്ധുക്കളെ എല്ലാവരും ഞാൻ കൂടെ അടുത്ത് ഓർക്കുമ്പോ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരും. ഇതിന് വട്ടായിപ്പോയി. മക്കളെ, നീ ഇതൊന്നും കണ്ട് പഠിക്കരുത്. നല്ലോലെ പഠിച്ചൊരു ജോലി വാങ്ങിക്കാൻ നോക്കണം കേട്ടോ. എവിടെന്നാണ് അവൻ അടി കിട്ടുന്നതെന്ന് അറിയത്തില്ല. ഈ കണക്കിനൊക്കെ കഷ്ടം തന്നെ. എന്തായാലും ജീവിക്കാനുള്ളൊരു വഴി ഭയങ്കര.
എന്റെ പൊന്ന് കനകാമ അന്തക്കം വരലൊന്നും അത് കേറൂല. പോടി അവിടെ. നമ്മൾ പണ്ട് അമ്മ ഓർമ്മയില്ലേ അമ്മ? അതെല്ലാരും ചെയ്യുമായിരുന്നു. തകില് ടിൻ 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 ടിൻ. അയ്യോ ഇത് അതെ എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. എല്ലാവർക്കും സന്തോഷം വരണമെങ്കിൽ പറയട്ടാ. നമുക്ക് വൈകിട്ടൊരു സിനിമയ്ക്ക് പോയാലോ? ആ പോവാം മാമ. ആ ഏ? എത്ര നാളായി പോയിട്ട് അന്ന് ഏതൊരു സിനിമ കണ്ടത്. ഞാൻ അതിന് ശേഷം പോയിട്ടേ ഇല്ല. 20 കൊല്ലം മുമ്പാ. എന്ത് കൊറേ നാളായി സിനിമ കണ്ടിട്ട്. പോവാം പോവാം പോവാം. വൈകുന്നേരം പോവാം. ഇല്ലാതെ പോയി. ഏട്ടൻ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, അതൊക്കെ റൊണാൾഡോ അച്ചാച്ചന്റെ കയ്യിലുണ്ട്. അതെങ്ങനെ? അതെന്തോന്ന് എടി, ഇത്രയും നാളായിട്ട് നമ്മൾ കുടുംബത്തോടെ സിനിമയ്ക്ക് പോയാ ടിക്കറ്റ് എടുക്കുന്ന ആരാ? കനകൻ. ഇപ്പോഴും കനകൻ തന്നെ എടുക്കും. അതേട്ടനാ. പക്ഷെ റൊണാൾഡോ അച്ചാച്ചന്റെ കയ്യിൽ കുറെ ഫ്രീ ടിക്കറ്റ് ഇരിപ്പുണ്ട്. ആരും കൊടുക്കുന്നത്? റൊണാൾഡോ അച്ചാച്ചൻ ഇപ്പൊ എന്തോ റിവ്യൂനൊക്കെ അല്ലേ പോണത്, അപ്പൊ അവിടുന്ന് ഇവിടുന്ന് കിട്ടിയതാ. അതൊന്നും വേണ്ടടി. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്തത്? ടിക്കറ്റ് കയ്യിലിരിക്കുമല്ലേ, പിന്നെന്തിനാ നമ്മൾ എടുക്കുന്നത്? ആ ഫ്രീ ടിക്കറ്റ് ഞാൻ വരുന്നില്ല. നമുക്ക് ഞാൻ ടിക്കറ്റ് എടുത്ത് നമുക്ക് എല്ലാം പോവാം. ഇവന് റൊണാൾഡിനോട് പുച്ഛമാണേ. അത് ശരിയല്ല. എടി പുച്ഛമൊന്നും അല്ല. എനിക്ക് അവനോട് നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം, അവന്റെ ചില ഉടായ്പകൾ എനിക്ക് പിടിക്കൂല. എന്താ ഉടായ്പ? അത് ആർക്കെങ്കിലും പിടിക്കൂ? നിങ്ങൾക്ക് ആർക്കും പിടിക്കൂല. അത്ര ഉടായ്പ എന്തായാലും അവനില്ല. അത് സത്യമായിരിക്കും. ഞാൻ തർക്കിക്കാനില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇങ്ങനെയാണെങ്കിൽ ഫ്രീ ടിക്കറ്റ് ആണെങ്കിൽ ഞാൻ വരുന്നില്ല. എടാ, നമുക്കൊരു കാര്യം ചെയ്യാം. രാത്രി സിനിമയ്ക്ക് പോകണ്ട, ഒരു ദിവസം പകല് സിനിമയ്ക്ക് പോവാം. കണ്ടോ ഇത്ര നേരം അമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. മോൻ വരുന്നില്ല എന്ന് പറഞ്ഞ ഉടനെ പ്ലേറ്റ് അങ്ങ് തിരിച്ചു. അയ്യോ, എനിക്ക് പ്ലേറ്റ് തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് വയ്യാഞ്ഞിട്ടാ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. എടാ എന്തായി, എങ്ങനെയുണ്ട്? റിവ്യൂ കൊടുത്തു. ഓ കാലക്ക റിവ്യൂ കൊടുത്തു. ഓ ഏറെ നീ മറ്റേ ഇതിനകത്തൊക്കെ പറഞ്ഞോ? നല്ലപോലെ പറഞ്ഞോ? പറഞ്ഞു. ഇതിനകത്തോട് വിട്ടു. യൂട്യൂബ് കാണാൻ പറ്റുമോ നമുക്ക്? ഇല്ല, ബാറ്ററി ഡൗൺ ആയി. ഞാൻ അതാ വന്നത്. പിന്നെ റൊണാൾഡോ അണ്ണൻ എന്റെ പേജ് അതിൽ കയറി കാണാൻ പറ്റും. പച്ചപ്പി, നമുക്ക് ഇന്നലെ റിലീസായ പടത്തിന് ആള് വളരെ കുറവാ. ഫ്രീ ടിക്കറ്റ് ഉണ്ട്, നമുക്ക് പോയി കണ്ടാലോ? തിയേറ്ററിൽ ആളിനെ ഫില്ല് ചെയ്തെടുത്ത ഒരു തലയ്ക്ക് എനിക്ക് കമ്മീഷൻ കിട്ടും. അയ്യോ, ഞാനേ എന്റെ പണി വേഗം തീർക്കട്ടെ. ഞാൻ വരുന്നില്ല. നിങ്ങളെ പോയിക്കോളൂ. വരുന്നില്ലേ? അതിന് പറ്റി ഓ മക്കളെ തട്ടിട്ടാടാ. ചേച്ചി ഒരു തുണി പച്ചമ്പി, ഇത് AC തിയേറ്റർ ചാരിക്കട നമ്മൾ സിനിമ കാണാം. തിയേറ്ററിൽ ആളില്ലെന്ന് പറഞ്ഞാൽ അർത്ഥം പടം പൊട്ടിയെന്നല്ലേ? പിന്നെ ഇതിന് പോയി കാണുന്ന പടം അതല്ല, ഈ ഇട ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ ആള് കുറയല്ലോ. ഇപ്പൊ ഫെസ്റ്റിവൽസ്, ഉത്സവ സീസൺ അല്ലേ? മക്കൾ ഉടുപ്പിലാക്കില്ല. ഞാൻ വരുന്നില്ല. നിങ്ങളെ അവിടെ കൊണ്ടുപോയിക്കോ. നല്ല ആക്ഷനൊക്കെ ഉള്ള പടം. അമ്മയും വരുന്നില്ലേ? എന്താ പോലും നമുക്ക് പോകാം. അതെ, ഞങ്ങള് വരട്ടെ. ആണോ? ആ എങ്കിൽ പിന്നെ ഞാനും ഉണ്ട് സെറ്റ്. ഫുഡ് ജ്യൂസ് എന്റെ വക. പെട്ടെന്ന് റെഡി ആയിക്കോ. നീ ഉണ്ടാവുമല്ലോ ഞങ്ങളുടെ കൂടെ. ഞാനുണ്ടാവും. പക്ഷെ ഇടയ്ക്ക് ഇന്റർവ്യൂ സമയത്ത് എനിക്ക് റിവ്യൂ കൊടുക്കാനായിട്ട് ഇറങ്ങും. അത് കുഴപ്പമില്ല. ഇപ്പൊ റെഡിയാ. ചേച്ചി ഒരു തുണി എടുത്ത് ഇതൊക്കെ അങ്ങ് തുടച്ചേ. എന്റെ ചാർജർ എവിടെ? എടാ ആണോ? വേഗം പോയിട്ട് മേല് കഴുകുക. അതാ കഴിയുന്നേ. ഇന്ന് രാവിലെ ഉണ്ടല്ലോ വേറൊരു കോമഡി. റോസ് ചേച്ചി അച്ചാച്ചനെ വിളിച്ചേ. അച്ചാച്ചൻ അത് സ്പീക്കർ ഇട്ട് എന്നെ കേൾപ്പിച്ചു തന്നു. എന്റെ പൊന്നേച്ചി, എന്തൊരു സ്നേഹപ്രകടനമെന്നറിയോ? ഭക്ഷണം മര്യാദക്ക് കഴിക്കണേ, വെയിലത്തൊന്നും ഇറങ്ങല്ലേ, ആരോഗ്യം നോക്കണേ. വണ്ടി ഇപ്പൊ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചാച്ചനോട് പറഞ്ഞു ഇന്നലെ കണ്ട് ഇച്ചിരി പൈസ അയച്ചു കൊടുത്ത്. അതിന്റെ സ്നേഹമായിരുന്നു ആ കണ്ടത്. എന്നെ മിനിഞ്ഞാന്ന് രാത്രി വിളിച്ചിട്ടുണ്ടായി. എന്നിട്ട് എന്നോട് പറയാണ്, എടുത്തു വെച്ചേ മോനെ അത്. ആകെ അത് വണ്ടി മാത്രമേ നശിപ്പിക്കാത്തുള്ളൂ. എന്നിട്ട് എന്നോട് പറയാ, ചേച്ചി രാത്രിയാണ് വിളിച്ചത്, ചേച്ചി അച്ചായൻ ഉറങ്ങിയോന്നൊന്ന് നോക്കുവോ? അച്ചായൻ കണ്ണ് ഫോണിലോട്ട് നോക്കിക്കൊണ്ടിരുന്ന കണ്ണൊക്കെ തൂങ്ങിയിരിക്കും, ക്ഷീണിച്ചു പോകും എന്നൊക്കെ. എനിക്കത് ദേഷ്യം വന്നു. ഇതുവരെ അവനെ തിരിഞ്ഞു നോക്കാത്തവളാ. ഞാൻ നല്ലത് പറഞ്ഞു. നന്നായി. എടീ, സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാര് അങ്ങനെയാ. അയ്യോ, സ്നേഹം ഇത് സ്നേഹമല്ല ഇത്. അവന് ഇച്ചിരി പൈസ കിട്ടാറായി എന്ന് അറിഞ്ഞപ്പോഴുള്ള ഞാൻ പറയണില്ല. അത് തന്നെയാണ്. മുമ്പ് എങ്ങനെയാ നിന്നോണ്ടെന്ന് നമുക്കറിയാലോ. പിന്നല്ലാതെ എന്തൊക്കെ പറയുമായിരുന്നു. അവന് അങ്ങോട്ട് പോണതേ ഇഷ്ടമല്ലാത്തോണ്ട് അവളുടെ വായിരിക്കണോണ്ടാ. എന്തെങ്കിലും ആയിക്കോട്ടെ, അവനൊന്ന് രക്ഷപ്പെട്ട് കണ്ടാ മതിയായിരുന്നു. അത് മതി. നമുക്ക് തോന്നണ ഇപ്രാവശ്യത്തെ കണ്ടിട്ട്. അല്ല, ക്ഷീണം എനിക്കല്ല. എന്താടാ എവിടെ പോയി അച്ചാച്ചൻ? പോയിട്ട് വന്നിട്ടില്ല ഇതുവരെ.
ആ മറ്റേ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കുന്നതായിരിക്കും. ഇന്ന് വേറെ ഏതോ സിനിമ എടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടാ പോയേക്കണേ. എങ്ങോട്ട്? കഴക്കൂട്ടത്ത് അവിടെ എവിടെയോ അല്ലേ? ആ എന്നോട് എവിടെയാന്ന് പറഞ്ഞില്ല. അങ്ങോട്ടെങ്ങാണ്ട് ആ കാറൊന്ന് നശിപ്പിക്കും. കാറെല്ലാം നശിച്ചത് അവനെ ഇടിച്ച് പിരിത്തിട്ടുണ്ട് ആൾക്കാർ, തിയേറ്ററുകാരെല്ലാം കൂടെ. റൊണാൾഡിനെ എന്തിന് ഇടി യോമാര് സിനിമ കണ്ടും കാണാതെയും സിനിമയെ പറ്റി അഭിപ്രായം പറയും. സിനിമ നശിച്ച് ആൾക്കാർക്ക് മുൻപതിയോടെ പടം കാണാൻ പോണത്. കൊള്ളാമോ കൊള്ളൂലെന്നൊന്നും അറിയില്ല. ഒരു ധാരണയല്ല പടം കാണാൻ പോകുന്നു. തിയേറ്ററുകാർക്ക് ശല്യമല്ലേ, സിനിമ വ്യവസായം പൊളിഞ്ഞു പോകൂലേ? അവർ സംഘം ചേർന്ന് ഈ യൂട്യൂബർമാരെല്ലാം പിടിച്ച് അടി തുടങ്ങി. ഇവന് ഓടാൻ പറ്റില്ലല്ലോ, ബാക്കിയെല്ലാവരും ഓടിക്കളഞ്ഞു. ദൈവമേ ഒന്ന് വിളിച്ചേടി. എന്റെ ദൈവമേ, ഇവൻ എവിടെ കാലെടുത്ത് വെച്ചാലും ഇതാണല്ലോ അവസ്ഥ. വിളിച്ചിട്ട് കിട്ടണില്ല ചേച്ചി, കിട്ടണില്ല. എങ്ങനെ കിട്ടും? കൊണ്ടുപോയി. ആര്? അയ്യോ, എന്തോ ഒരു കഷ്ടമാ ചെറുക്കൻ്റെ കാര്യം. എന്റെ ഭർത്താവ് എനിക്ക് എന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു.